Hello, my dear students. In നമുക്ക് ഡീൽ ചെയ്യാനുള്ള ഏരിയ ആണ് പോർട്ട്ഫോളിയോ അനാലിസിസ് വിത്ത് ഇൻഡെക്സ് മോഡൽ ഓർ ഷാർപ്പ് ഒപ്റ്റിമൈസേഷൻ ഫ്രെയിംവർക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസം പോർട്ട്ഫോളിയോ അനാലിസിസ് വിത്ത് മാർക്കോവിറ്റ്സ് മോഡൽ ഓർ മോഡേൺ പോർട്ട്ഫോളിയോ അനാലിസിസ് ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ സെലക്ഷൻ അല്ലെ, നമ്മള് മാർക്കോവിറ്റ്സ് മോഡൽ ഡിസ്കസ് ചെയ്ത് പറഞ്ഞിരുന്നു. പോർട്ട്ഫോളിയോ സെലക്ഷൻ മോഡൽ ആയിരുന്നു ഇത് മാർക്കോവിറ്റ്സ് മോഡൽ എന്ന് പറയുന്നത്. ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യാൻ ഇൻവെസ്റ്റർ ഗൈഡ് ചെയ്യുന്ന ഒരു മോഡലായിരുന്നു മാർക്കോവിറ്റ്സ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ആ ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിന് ഓരോ സെക്യൂരിറ്റീസിന്റെയും ആ പോർട്ട്ഫോളിയോയുടെ റിസ്ക് ആൻഡ് റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്തിട്ട് ആയിരുന്നു നമ്മൾ എന്ത് ചെയ്തിരുന്നത്, ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ അതില് എത്രത്തോളം സെക്യൂരിറ്റീസ് ആ പോർട്ട്ഫോളിയോയില് എത്ര സെക്യൂരിറ്റീസ് ഉണ്ടോ അത്രയും സെക്യൂരിറ്റീസ്, ഇപ്പൊ ഓരോ സെക്യൂരിറ്റീസും മറ്റ് സെക്യൂരിറ്റീസുമായി എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു അത് കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്, പോർട്ട്ഫോളിയോ അനാലിസിസ് നടത്തിയിരുന്നത്. ഓക്കെ, ഇവിടെ 2 month സെക്യൂരിറ്റീസ് ഒരു പോർട്ട്ഫോളിയോയിൽ ഉണ്ടെങ്കിൽ ആ എന്താണ് അനാലിസിസ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ അവിടെ n സെക്യൂരിറ്റീസ് ഉണ്ട് എങ്കിൽ n എക്സ്പെക്ടഡ് റിട്ടേൺസും n വേരിയൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ അതൊരു എന്താണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ട് വരും. ഈ അനലിസ്റ്റിന്റെ പോർട്ട്ഫോളിയോ അനലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് എന്താണ് കോംപ്ലിക്കേറ്റഡ് ടാസ്ക് ആയിട്ട് വരും. ആ കോംപ്ലക്സിറ്റി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വില്യം ഷാർപ്പെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള മോഡലാണ് ഇൻഡെക്സ് മോഡൽ എന്ന് പറയുന്നത്. ഷാർപ്പെ ഇൻഡെക്സ് മോഡൽ എന്ന് പറയുന്നത്. ഈ ഇൻഡെക്സ് മോഡലിനെ രണ്ടായിട്ട് പറയുന്നുണ്ട്. രണ്ട് ഇൻഡെക്സ് മോഡൽ ഇതിൽ പറയുന്നുണ്ട്. സിംഗിൾ ഇൻഡെക്സ് മോഡലും അതേപോലെ മൾട്ടി ഇൻഡെക്സ് മോഡലും. ഓക്കെ, single index model എന്താണെന്ന് നോക്കാം. Okay, the single index model is the simplest and the most widely used simplification. Okay, ആ കോംപ്ലക്സിറ്റിയെ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരികയാണ് എന്ത് ചെയ്യുന്നത്, സിംഗിൾ ഇൻഡെക്സ് മോഡലിൽ ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണ് ആ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരുന്നത്? ഓക്കെ, ആ മാർക്കോവിറ്റ്സ് മോഡലിന്റെ ഇപ്പൊ n നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ആ n നമ്പർ ഓഫ് സെക്യൂരിറ്റീസിന്റെ എക്സ്പെക്ടഡ് റിട്ടേണും വേരിയൻസും കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം ഒരു സിംഗിൾ ഫിഗർ ഉപയോഗിച്ച് എങ്ങനെ പോർട്ട്ഫോളിയോ അനാലിസിസ് നടത്താം, അതാണ് സിംഗിൾ ഇൻഡെക്സ് മോഡലിൽ ഷാർപ്പെ ചെയ്തത്. ഓക്കെ, അപ്പൊ അവിടെ ആ സിംഗിൾ ഫാക്ടർ ഉദ്ദേശിച്ചത് മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് ആയിരുന്നു. ഓക്കെ, വില്യം ഷാർപ്പയുടെ ആ സിംഗിൾ ഫാക്ടർ എന്തായിരുന്നു, ആ ബേസ് എന്ന് പറയുന്നത് എന്തായിരുന്നു, മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് ആയിരുന്നു. ഓക്കെ, ആ മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് പോർട്ട്ഫോളിയോ അനാലിസിസ് നടത്തിയിരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കറിയാം മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ സെക്യൂരിറ്റിന്റെ പ്രൈസിനെ അഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് റിലേറ്റഡ് ടു എക്കണോമി ആണ് അല്ലെ. മാക്രോ ഒക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, മാക്രോ എന്ന് പറയുന്നത് എൻറ്റയർ എക്കണോമിയാണ് ഉദ്ദേശിക്കുന്നത്. എൻറ്റയർ എക്കണോമിനെ അഫക്ട് ചെയ്യുന്ന എൻറ്റയർ എക്കണോമിയിലുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു ഒരുപാട് ഫാക്ടേഴ്സ്? ഏതൊക്കെ വരിക? GDP അല്ലെ, ഇൻഫ്ലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇൻഫ്ലേഷൻ, അതുപോലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, എക്സ്പോർട്ട്, ഇമ്പോർട്ട്, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഓരോ ഫാക്ടേഴ്സും ഓരോ സെക്യൂരിറ്റിന്റെ പ്രൈസിനെ എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഫാക്ടേഴ്സ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് എന്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിലെ ബാരോമീറ്റർ ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുകളെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇൻഡെക്സ് നമുക്കറിയാം, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് നോക്കി കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് പ്രൈസ്, ആ സ്റ്റോക്ക് മാർക്കറ്റിലെ എല്ലാ സ്റ്റോക്കിന്റെയും പ്രൈസ് മൂവ്മെന്റ്സ് എങ്ങനെയാണ് പോകുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ആ മൂവ്മെന്റ്സ് എന്ത് ബേസ് ചെയ്തിട്ടാണ്, മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ വില്യം ഷാർപ്പെ മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സിനെ ഒരു സിംഗിൾ ഫാക്ടർ ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്. ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുകളെ, സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുകളെ അല്ലെങ്കിൽ ഇൻഡിസസുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഇവിടെ പോർട്ട്ഫോളിയോ അനാലിസിസ് നടത്തിയത്. ഓക്കെ, അപ്പൊ അത് ബേസ് ചെയ്തിട്ട് എന്താണ്, ഓരോ സ്റ്റോക്കിന്റെ റിട്ടേണും ആ മാർക്കറ്റിലെ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻഡെക്സുകളെ വെച്ച് കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അനാലിസിസ് നടത്തുകയാണ് ഇതിൽ ചെയ്യുന്നത് വില്യം ഷാർപ്പയുടെ സിംഗിൾ ഇൻഡെക്സ് മോഡലിൽ ചെയ്യുന്നു. ഓക്കെ,
ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് യൂസ് ചെയ്ത് എങ്ങനെ പോർട്ട്ഫോളിയോ റിസ്ക് ആൻഡ് റിട്ടേൺ അനലൈസ് ചെയ്യാം അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം, അതാണ് ഈ മോഡലിൽ പ്രധാനമായിട്ടും ചെക്ക് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ഒരുപാട് ഇൻഡെക്സുകൾ നമുക്കറിയാം അല്ലെ, ഡോ ജോൺസ്, S&P, ഇന്ത്യയിൽ വരികയാണെങ്കിൽ നിഫ്റ്റി, സെൻസെക്സ് പോലെ ഒരുപാട് ഇൻഡെക്സുകൾ ഉണ്ട്. ആ മാർക്കറ്റ് ഇൻഡെക്സുകളെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുകൾ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ പോർട്ട്ഫോളിയോ റിസ്ക് ആൻഡ് റിട്ടേൺ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഇൻഡെക്സ് അഡ്ജസ്റ്റ് മോഡലാണ് എന്ന് പറയുന്നത് സിംഗിൾ ഇൻഡെക്സ് മോഡൽ എന്ന് പറയുന്നു. ഓക്കെ, ഇവിടെ ഇത്രയും ഈ ഒരു കാര്യം മനസ്സിലാക്കി വയ്ക്കുക. ഒരു സിംഗിൾ ഫാക്ടർ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പോർട്ട്ഫോളിയോ അനാലിസിസ് നടത്തുന്നത്. ആ സിംഗിൾ ഫാക്ടർ ഏതാണ്, മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് ആണ്. ആ മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സിന്റെ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻഡെക്സ്, ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻഡെക്സ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ പോർട്ട്ഫോളിയോ അനാലിസിസ് നടത്തുന്നത്. ഓക്കെ ആണല്ലോ. ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് മാത്രം എടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പോർട്ട്ഫോളിയോ റിസ്ക് ആൻഡ് റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ സിംഗിൾ ഇൻഡെക്സ് മോഡൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് ആയിട്ട് ഒരുപാട് ഉണ്ടെങ്കിലും നമ്മൾ മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സിന് ഓരോ ഫാക്ടേഴ്സും അല്ല എടുക്കുന്നത്. അതിന് പകരമായിട്ട് എന്താ എടുക്കുന്നത്, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുകളാണ് എടുക്കുന്നത്. ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് സ്റ്റാൻഡർഡൈസ്ഡ് അല്ലെങ്കിൽ ഒരു ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആണ് ഇവിടെ അനലൈസ് ചെയ്യുന്നതിനായിട്ട് എടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ മോഡലിനെ, ഈ ഇൻഡെക്സ് മോഡലിനെ സിംഗിൾ ഇൻഡെക്സ് മോഡൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, മാർക്കറ്റ് ഇൻഡെക്സിനനുസരിച്ചാണ് ഇതില് കാൽക്കുലേഷൻ വരിക. മാർക്കറ്റ് ഇൻഡെക്സ് ആണ് ഇതിന്റെ ഈ അനാലിസിസിന്റെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി നോക്കാം. The single index model is the simplest and the most widely used simplification. The basic assumption of the single index model is that all stocks are affected by movements in the stock market. Okay, എല്ലാ സ്റ്റോക്സും സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൂവ്മെന്റ്സിന് അനുസരിച്ച് എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു എന്നുള്ളൊരു അസംഷൻ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ മോഡല് വർക്ക് ചെയ്യുന്നത്. Okay, when the market moves up, prices of most shares also tend to increases. Okay, മാർക്കറ്റ് എന്താണ് ഗ്രോ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിലുള്ള ആ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള എന്താണ് ഷെയർസിന്റെ പ്രൈസ്, സ്റ്റോക്കിന്റെ പ്രൈസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. When the market goes down, the prices of most shares tend to decline. Security returns might be correlated and there is co-movement between securities because of common response to market changes. This co-movement of stocks with market index may be studied with the help of simple linear regression analysis, taking the returns on an individual security as the dependent variable and the returns of the market index as an independent variable. Equation പറയുന്നത് single index model പറയുന്ന equation ആണ്. The return of an individual security may be expressed as, ഒരു individual securitiesന്റെ return നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലീനിയർ ഇക്വേഷൻ ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് RI is equal to alpha plus beta I RM plus EI. Okay, here RI is equal to return on an individual security, that is dependent variable. Okay, returns on an individual security. Then alpha is equal to component of security I's return that is independent of the market's performance. Simple ആയിട്ട് പറയുകയാണെങ്കിൽ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാർക്കറ്റ് റിസ്ക്, ഇപ്പൊ ഒരു റിസ്ക് ഇല്ലാതെ ഒരു പർട്ടിക്കുലർ സെക്യൂരിറ്റിയിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ, ദാറ്റ് ഈസ് വിത്തൗട്ട് റിസ്ക് ഒരു പർട്ടിക്കുലർ സെക്യൂരിറ്റി, ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയിൽ നിന്ന് എത്ര റിട്ടേൺ കിട്ടും, ദാറ്റ് ഈസ് ആൽഫ. Component of securities I's return that is independent of the market performance. Okay, market performance നിന്ന് independent ആയിട്ട് എന്താണ് ഒരു സെക്യൂരിറ്റീസിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ എന്താണ്. Okay, that is alpha. Okay, then beta I is equal to constant that measures the expected change in RI given in change in RM. Okay, RM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, RM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ദി മാർക്കറ്റ് ഇൻഡെക്സ് ആണ്. മാർക്കറ്റ് ഇൻഡെക്സിന്റെ റിട്ടേൺ ആണ് RM എന്ന് പറയുന്നത്. ആ മാർക്കറ്റ് ഇൻഡെക്സിനനുസരിച്ച്, മാർക്കറ്റ് ഇൻഡെക്സിന്റെ റിട്ടേൺ അനുസരിച്ച് എന്താണ് എക്സ്പെക്റ്റഡ് ചേഞ്ച്, ഓക്കെ, എത്രത്തോളം ചേഞ്ച് വന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് സിസ്റ്റമാറ്റിക് റിസ്ക്. അത്ര മനസ്സിലാക്കി വെച്ചാൽ ഓക്കെ. ആ മാർക്കറ്റ് ഇൻഡെക്സിനനുസരിച്ച് സെക്യൂരിറ്റിയിൽ എത്രത്തോളം ചേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, അതാണ് എന്ത് ബീറ്റ I എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് systematic risk.
ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു ഭാഗമാണ്, ഇത്രയും ഭാഗം എന്താണ്, ഇത് സിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. ലാസ്റ്റ് ഭാഗം കൂടെ ഉണ്ട്, എന്താണ് EI എന്ന് പറയുന്നത്. EI എന്ന് പറയുന്നത് എറർ ടൈം റെപ്രസെന്റ് ഇൻ റാൻഡം റെസിജ്വർ റിട്ടേൺ ആണ്. ഒരു എറർ ടൈം ആണ് എന്ത് EI എന്ന് പറയുന്നത്. EI എന്ന് പറയുന്നത് എറർ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമുക്ക് ഒരു സെക്യൂരിറ്റിയിൽ നിന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ചിലപ്പോൾ എന്ത് കിട്ടാം, റിട്ടേൺ കിട്ടാം. ഓക്കെ, അപ്പൊ അഡീഷണൽ ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ എന്താണ് ഒരുപാട് കൂടുതൽ, ഓക്കെ, നമ്മൾ എക്സ്പെക്ട് റിട്ടേൺ ഇത്ര ഉണ്ടായിരിക്കുമല്ലോ, അതിന് പുറമെ അഡീഷണൽ ആയിട്ട് കിട്ടുന്ന റിട്ടേൺ ആണ് ഇവിടെ എന്താ EI എന്ന് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് റെസിജ്വൽ റിട്ടേൺ. ഓക്കെ, ദ എറർ ഫാക്ടർ എന്നൊക്കെയാണ് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇത്രയും ഭാഗം എന്താണ്, ഇത്രയും ഭാഗം എക്സ്പെക്റ്റഡ് പോർഷൻ ആണ്. ഓക്കെ, ഇത്രയും ഭാഗം എന്താണ് എക്സ്പെക്റ്റഡ് പോർഷൻ ആണ്. ഇതെന്താണ് അൺഎക്സ്പെക്റ്റഡ് ആണ്. ഓക്കെ, അഡീഷണൽ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉള്ള കിട്ടുന്ന റിട്ടേൺ ആണ് ഇവിടെ EI എന്ന് ഉദ്ദേശിക്കുന്നത്, റെസിജ്വൽ റിട്ടേൺ ഓർ എറർ ഫാക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിന്റെ റിട്ടേൺ എക്സ്പ്രസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് RI is equal to alpha plus beta I RM plus EI. ഓക്കെ, ഓരോ ടൈംസ് നോക്കി വെക്കാം. In other words, this equation breaks the return on stock into two components. One part due to market and other part independent of the market. Okay, ഇതിലെ രണ്ട് ഭാഗമായിട്ടാണ് ഇത് പറയുന്നത് അല്ലെ. ഈ ഇക്വേഷൻ രണ്ട് ഭാഗമായിട്ടാണ് പറയുന്നത്. അതിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് മാർക്കറ്റിലെ ഇൻഡെക്സിനനുസരിച്ച്, മാർക്കറ്റിലെ ഇൻഡെക്സിനനുസരിച്ച് ഉണ്ടാകുന്ന വേരിയേഷൻ, ദാറ്റ് ഈസ് റിസ്ക്. ഓക്കെ, നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയിൽ മാർക്കറ്റ് ഇൻഡെക്സിന് റിട്ടേണിൽ നിന്ന് എത്രത്തോളം ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് ബീറ്റ ഐ RM എന്ന് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് സിസ്റ്റമാറ്റിക് പോർഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഭാഗമാണ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി മാർക്കറ്റ് ആണ്. ഓക്കെ, ഇത് മാർക്കറ്റ് ഇൻഡെക്സ് എന്ത് ചെയ്യുന്നില്ല, മാർക്കറ്റ് പെർഫോമൻസ് ഇവിടെ വരുന്നില്ല. ഓക്കെ, ഒരു നോർമൽ ഒരു ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിക്ക് എന്താണ് മാർക്കറ്റ് പെർഫോമൻസ് ഒന്നും ഇല്ലാതെ തന്നെ, മാർക്കറ്റ് ഫാക്ടേഴ്സ് ഒന്നും കൺസിഡർ ചെയ്യാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സെർട്ടൻ പെർസെന്റേജ് റിട്ടേൺ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് രണ്ട് പോർഷൻ ആയിട്ട് പറയുന്നത്. Okay, the beta value measures sensitivity of the stocks return to the return on the market index. Okay, market indexന്റെ റിട്ടേണിൽ നിന്ന് എത്രത്തോളം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡിവിജ്വൽ റിട്ടേൺസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ബീറ്റ ഐ RM എന്ന് ഉദ്ദേശിക്കും, ബീറ്റ വാല്യൂ എന്ന് ഉദ്ദേശിക്കും. Okay, then the alpha value indicates the return on security when the market performance is zero. Marketൽ പെർഫോമൻസ് സീറോ ആണ് സിറ്റുവേഷനിൽ ആൽഫ ഒരു ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിന്റെ റിട്ടേൺ എന്താണ്, ദാറ്റ് ഈസ് ആൽഫ വാല്യൂ. For example, a security with an alpha of positive 3% would earn 3% return even when the market return is zero. Okay, marketലെ പെർഫോമൻസ് എന്താണ്, മാർക്കറ്റ് ഫാക്ടേഴ്സ് ഒന്നും കാര്യമായിട്ട് എഫക്ട് ചെയ്യാണ്ട് ആ സെക്യൂരിറ്റീസിൽ നിന്ന് എന്താണ് 3% റിട്ടേൺ എക്സ്പെക്ട് ചെയ്യും. അപ്പൊ ഇവിടെ ആൽഫ വാല്യൂ 3% ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ സെക്യൂരിറ്റീന്റെ പോലെ 3% റിട്ടേൺ എക്സ്പെക്ട് ചെയ്യാം, കിട്ടും എന്ന് പറയാം. ഓക്കെ, മാർക്കറ്റിൽ എന്ത് തന്നെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിക്കോട്ടെ, എന്ത് കിട്ടും, 3% റിട്ടേൺ കിട്ടും. ഓക്കെ, the final term in the equation, that is EI, is the unexpected return resulting from influence not identified by the model. Okay, നമുക്ക് എന്താണ്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടുന്ന റിട്ടേൺ, ദാറ്റ്സ് അൺഎക്സ്പെക്റ്റഡ് ഓർ അഡീഷണൽ റിട്ടേൺ ആണ് ഫൈനൽ ടൈം ആയിട്ടുള്ള EI എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കാം. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് കാൽക്കുലേഷൻ ഓഫ് റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ. ഓക്കെ, പോർട്ട്ഫോളിയോ റിട്ടേൺ ഇൻഡെക്സ് മോഡൽ, സിംഗിൾ ഇൻഡെക്സ് മോഡൽ ഉപയോഗിച്ച് എങ്ങനെ പോർട്ട്ഫോളിയോ റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്യാം. ഓക്കെ, അതാണ് പറയുന്നത്. ഇവിടെ ഇൻഡെക്സ് മോഡൽ ഉപയോഗിച്ച് കാൽക്കുലേഷൻ പറയുമ്പോൾ നോക്കാം, മെഷർമെന്റ് ഓഫ് സെക്യൂരിറ്റി റിട്ടേൺ ഉണ്ട്, മെഷർമെന്റ് ഓഫ് പോർട്ട്ഫോളിയോ റിട്ടേൺ ഉണ്ട്. ഓക്കെ, അതേപോലെ റിസ്ക് നോക്കാം, കാൽക്കുലേഷൻ ഓർ മെഷർമെന്റ് ഓഫ് സെക്യൂരിറ്റി റിട്ടേൺ ഉണ്ട്, സെക്യൂരിറ്റി റിസ്ക് ഉണ്ട്, ദെൻ പോർട്ട്ഫോളിയോ റിസ്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് രണ്ടും എന്ത് ചെയ്യണം, നമുക്ക് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, രണ്ടും എന്ത് തന്നെയാണ്, സിമ്പിൾ തന്നെയാണ്. ഓക്കെ, പോർട്ട്ഫോളിയോ ആകുമ്പോൾ ഒന്നിലധികം സെക്യൂരിറ്റീസ് വരുന്നുള്ളൂ. ഓക്കെ, ദെൻ ഇൻഡിവിജ്വൽ ഒരു സെക്യൂരിറ്റി റിസ്ക് ആൻഡ് റിട്ടേൺ കാൽക്കുലേഷൻ ആകുമ്പോൾ എന്താണ്, ആ ഒരു പർട്ടിക്കുലർ സെക്യൂരിറ്റി മാത്രം കൺസിഡർ ചെയ്താൽ. ഓക്കെ, അപ്പോൾ അവിടെ നോക്കാം, മെഷർമെന്റ് സെക്യൂരിറ്റി റിട്ടേൺ അണ്ടർ സിംഗിൾ ഇൻഡെക്സ് മോഡൽ. അപ്പൊ സിംഗിൾ ഇൻഡെക്സ് മോഡൽ ഉപയോഗിച്ച്
സെക്യൂരിറ്റി റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ്. സെക്യൂരിറ്റി ഓർ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിന്റെ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് പറയുന്നത്. എന്താണ്? റിട്ടേൺ ഓൺ പോർട്ട്ഫോളിയോ ഈസ് ഈക്വൽ സ്പെസിഫിക് റിട്ടേൺ പ്ലസ് മാർക്കറ്റ് റിട്ടേൺ. ഓക്കെ, സ്പെസിഫിക് റിട്ടേണും മാർക്കറ്റ് റിട്ടേണും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടും പോർട്ട്ഫോളിയോ റിട്ടേൺ കിട്ടും. ദാറ്റ് ഈസ് ആർ പി. ഓക്കെ, ആർ പി വേണ്ട, ആർ ഐ നോക്കാം അത്. ഓക്കെ, ആർ ഐ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി ആണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നോട്ട് ചെയ്യാം. ഓക്കെ, നോക്കാം. ഇവിടെ പറയുന്നത് മെഷർമെന്റ് ഓഫ് സെക്യൂരിറ്റി റിട്ടേൺ. ഓക്കെ, ആദ്യം ഇതാണ് പറയുന്നത്, സെക്യൂരിറ്റി റിട്ടേണിന്റെ ആണ് പറയുന്നത് കേട്ടോ. മെഷർമെന്റ് ഓഫ് സെക്യൂരിറ്റി റിട്ടേൺ ആണ്. ഓക്കെ, മെഷർമെന്റ് ഓഫ് സെക്യൂരിറ്റി റിട്ടേണില് ഓക്കെ. അപ്പൊ ഇവിടെ നോക്കുക, ഫസ്റ്റ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, പോർട്ട്ഫോളിയോ ഇൻഡെക്സ് മോഡൽ ഉപയോഗിച്ച് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി റിട്ടേണും അതുപോലെ പോർട്ട്ഫോളിയോ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യും. അതുപോലെ പിന്നെന്താണ്? സെക്യൂരിറ്റി റിസ്കും പോർട്ട്ഫോളിയോ റിസ്ക് കമ്പ്യൂട്ട് ചെയ്യാണ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം, ആർ പി അല്ല, ഇവിടെ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി ആണ്, ആർ ഐ ആണ് കേട്ടോ. ആർ ഐ ഇസ് ഈക്വൽ ടു ആൽഫ ഐ പ്ലസ് ബീറ്റ ഐ ആർ എം. ഓക്കെ, വേർ ആൽഫ ഐ ഇസ് ദ സ്പെസിഫിക് റിട്ടേൺ. ഈ ഒരു പോർഷൻ ആണ് സ്പെസിഫിക് റിട്ടേൺ. ദെൻ ഇതാണ് എന്ത്? മാർക്കറ്റ് റിട്ടേൺ. ഓക്കെ, സ്പെസിഫിക് റിട്ടേൺ മാർക്കറ്റ് റിട്ടേൺ എന്ത് ചെയ്യാം? ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആ സെക്യൂരിറ്റിയുടെ റിട്ടേൺ കിട്ടും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം, ബോർഡിലുണ്ട്, നോക്കാം. വാട്ട് വിൽ ബി ദ എക്സ്പെക്ടഡ് റിട്ടേൺ ഓഫ് എ സെക്യൂരിറ്റിയുടെ റിട്ടേൺ? ഓക്കെ, whose beta is 1.5, alpha is equal to 5 and the market return is 15% under single index model. Single index model ഉപയോഗിച്ച് സെക്യൂരിറ്റിയുടെ എക്സ്പെക്ടഡ് റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇക്വേഷൻ അറിയാലോ നമുക്ക്. എന്താണ് ഇക്വേഷൻ? ആർ ഐ is equal to ആൽഫ ഐ പ്ലസ് ബീറ്റ ഐ ആർ എം. ഓക്കെ, തന്നിട്ടുള്ളതൊക്കെ എഴുതി വെക്കുക. ബീറ്റ എത്രയാണ്? ബീറ്റ ഈക്വൽ ടു 1.5. ഓക്കെ, ദെൻ ആൽഫ എത്രയാണ്? ആൽഫ ഇസ് ഈക്വൽ ടു 5. ഓക്കെ, ദെൻ മാർക്കറ്റ് റിട്ടേൺ ദാറ്റ് ഈസ് RM. RM is equal to 15%. ഓക്കെ, ചെയ്യുമ്പോൾ ആൻസർ എന്ത് വരും? ആൽഫ എത്രയാണ്? 5 ആണ് അല്ലെ? ആൽഫ 5 പ്ലസ് ബീറ്റ എത്രയാ? ബീറ്റ 1.5 ഇൻറ്റു RM എത്രയാ? RM is equal to മാർക്കറ്റ് റിട്ടേണിന്റെ 15% അല്ലേ? ഓക്കെ, 15. ഓക്കെ, അപ്പൊ എത്ര വരും നോക്കുക? എത്ര വരും? ആദ്യം 15 × 1.5 ചെയ്യാം, എന്നിട്ട് 5 ആഡ് ചെയ്യാം. ഓക്കെ, 15 × 1.5 എത്ര വരും? 22. 15 × 1.5 22.5 വരും പ്ലസ് 5 ദാറ്റ് ഈസ് 27.5. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. അത് 27.5. ഓക്കെ ആണല്ലോ? സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, നിങ്ങൾ ചെയ്യാൻ പറ്റും അല്ലെ? നമ്മൾ എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റ് ഉണ്ട്, പേജ് നമ്പർ 227 കിടക്കുന്നുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് പോർട്ട്ഫോളിയോ റിട്ടേൺ. ഞാൻ പറഞ്ഞു ഇൻഡെക്സ് മോഡൽ ഉപയോഗിച്ച് എന്താണ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി റിട്ടേണും അതേപോലെ പോർട്ട്ഫോളിയോ റിട്ടേണും കമ്പ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ പോർട്ട്ഫോളിയോ റിട്ടേൺ ആണത്. സിംഗിൾ സെക്യൂരിറ്റിയുടെ കേസിൽ ഓക്കെ ആണല്ലോ? സിംഗിൾ സെക്യൂരിറ്റിന്റെ കേസിൽ അല്ലെങ്കിൽ എന്താണ് മെഷർമെന്റ് ഓഫ് സെക്യൂരിറ്റി റിട്ടേൺ കാൽക്കുലേഷൻ പറയുകയാണെങ്കിൽ, സിംഗിൾ ഇൻഡെക്സ് മോഡൽ കാൽക്കുലേറ്റ് ചെയ്യാൻ സിംഗിൾ ഇൻഡെക്സ് മോഡൽ ഉപയോഗിച്ച് മെഷർമെന്റ് ഓഫ് സെക്യൂരിറ്റി റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ ആർ ഐ ഇസ് ഈക്വൽ ടു സിഗ്മ ഐ പ്ലസ് ബീറ്റ
RM എന്ന് പറയുന്ന ഇക്വേഷൻ കൊടുത്താൽ മതി. ഓക്കെ, സിംഗിൾ ഇൻഡെക്സിന് വരെ എന്താണ് പോർട്ട്ഫോളിയോ റിട്ടേൺ ആണ് കമ്പ്യൂട്ട് ചെയ്യാൻ. ഇൻഡെക്സ് മോഡൽ ഉപയോഗിച്ച് പോർട്ട്ഫോളിയോ റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതിന് സ്റ്റെപ്സ് ഉണ്ട്, ആ സ്റ്റെപ്സ് നോക്കിയാൽ മതി, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ ഇക്വേഷൻ നോക്കാം. RP is equal to sigma p plus beta p RM. ഓക്കെ, ഇവിടെ I എന്നുള്ളതിന് വരെ എന്താവുന്നുള്ളൂ, I എന്നുള്ളതിന് വരെ P ആവുന്നുള്ളൂ. ഓക്കെ, ഇക്വേഷൻ ആയിട്ട് ചെറിയ ചേഞ്ച് മാത്രമേ വരൂ. പിന്നെ ഇവിടെ ഇതിൽ എന്താ കാൽക്കുലേഷനിൽ വരുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു അഡീഷണൽ ആയിട്ട് വെയിറ്റ് കൂടെ വരും. പോർട്ട്ഫോളിയോ ആണല്ലോ, അപ്പോൾ ഒന്നിലധികം സെക്യൂരിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പൊ ആ സെക്യൂരിറ്റീസിന്റെ വെയിറ്റ് പ്രൊപ്പോർഷനോട് ഉൾപ്പെട്ടിട്ടായിരിക്കും ഇതിലുണ്ടാവുക. ഓക്കെ, ആ ഒരു വ്യത്യാസം മാത്രമേ ഇതിലുണ്ടാവൂ. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് കാണിക്കുമ്പോൾ നോക്കാം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഫൈൻഡ് പോർട്ട്ഫോളിയോ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാം. പോർട്ട്ഫോളിയോയുടെ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യുക. അതിന്റെ ഇക്വേഷൻ ആണ് പറയുന്നത് സിഗ്മ WIPI. W എന്ന് പറയുന്നത് വെയിറ്റ് ആണ്. നമ്മുടെ XIRI എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചിട്ടില്ല, അതിൽ X ആണ് ഇവിടെ W എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനെ എന്ത് ചെയ്യുക, ആ കറസ്പോണ്ടിങ് സെക്യൂരിറ്റിയുടെ ബീറ്റ വാല്യൂ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിന്റെ സം എടുക്കാം. ഓക്കെ ആണല്ലോ, അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കാം. സ്റ്റെപ്പ് 2 കാൽക്കുലേഷൻ ഓഫ് മാർക്കറ്റ് റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈ ഒരു പോർഷൻ. ഓക്കെ, ആ സെക്കൻഡ് പോർഷൻ പറഞ്ഞില്ലേ, ഇതാ BP RP എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ ആണ് എന്ത് മാർക്കറ്റ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി ഇവിടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഫസ്റ്റ് സ്റ്റെപ്പിൽ BP കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, RM ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് പറയുന്നത് സ്പെസിഫിക് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുക. സ്പെസിഫിക് റിട്ടേൺ എന്ന് പറയുന്നത് ആൽഫ ആണല്ലോ. ഓക്കെ, ഇവിടെ പോർട്ട്ഫോളിയോ ആകുമ്പോൾ അതിനൊപ്പം എന്ത് ചെയ്യണം, അതിന്റെ വെയിറ്റോടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ മൾട്ടിപ്ലൈ ചെയ്ത് സം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, സ്പെസിഫിക് റിട്ടേൺ കിട്ടും. ഓക്കെ, ഓക്കെ, ഇതിന്റെ ഈ ക്വസ്റ്റ്യന്റെ ഇതാണ് അതിന് താഴെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ക്വസ്റ്റ്യന്റെ ABC എന്ന് പറയുന്നത് സ്റ്റോക്കിന്റെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കുക. എന്താണ് BP കാൽക്കുലേറ്റ് ചെയ്ത് ഫസ്റ്റ് സ്റ്റെപ്പിൽ BP കാൽക്കുലേറ്റ് ചെയ്യുക, സെക്കൻഡ് സ്റ്റെപ്പിൽ BPനെ RM ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ തേർഡ് സ്റ്റെപ്പിൽ സ്പെസിഫിക് റിട്ടേൺ ദാറ്റ് ഈസ് ആൽഫ P കാൽക്കുലേറ്റ് ചെയ്യാം. ആൽഫ P is equal to സിഗ്മ WI ആൽഫ I. ഓരോ സെക്യൂരിറ്റീസിന്റെയും വെയിറ്റിനെ അതിന്റെ ആൽഫ വാല്യൂ വെച്ചിട്ട് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് ഇക്വേഷനിൽ ഈ വാല്യൂസ് കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ചെയ്യാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കാം. ഫൈൻഡ് ഔട്ട് ദ റിട്ടേൺ ഓഫ് ദി പോർട്ട്ഫോളിയോ ഇഫ് ദ റിട്ടേൺ ഓൺ മാർക്കറ്റ് ദാറ്റ് ഈസ് മാർക്കറ്റ് ഇൻഡെക്സ് റിട്ടേൺ ദാറ്റ് ഈസ് 30%. 4 സെക്യൂരിറ്റീസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ആൽഫ വാല്യൂ വന്നിട്ടുണ്ട്, ബീറ്റ വാല്യൂ വന്നിട്ടുണ്ട്, വെയിറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇക്വേഷൻ ഒക്കെ നമുക്ക് അറിയാലോ. എന്താണ് ഇക്വേഷൻ, RP is equal to alpha P plus beta P RM. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റിലെ RM ബാർ എന്ന് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ കുഴപ്പമില്ല, RM ഇട്ടാലും കുഴപ്പമില്ല. RM ബാർ എന്നാണെങ്കിൽ അത് റിട്ടേൺ സൂചിപ്പിക്കാനാണ് RM ബാർ എന്ന് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ എഴുതുമ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചോളൂ. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, എക്സ്പെക്ടഡ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റിൽ എന്താണ്, മീൻ ആണ്. അതുകൊണ്ടാണ് അവിടെ ബാർ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് നോക്കി കഴിഞ്ഞാൽ അങ്ങനെയായിരിക്കും കാണാം. ഓക്കെ, അങ്ങനെ ചെയ്യാം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ നോക്കാം. ഇതിൻ്റെ പ്രോബ്ലം ഞാനൊന്ന് ആ ടേബിളൊന്ന് മാറ്റി ബോർഡിൽ വരച്ച് വെച്ചിട്ടുണ്ട്. പോർട്ട്ഫോളിയോ റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. പോർട്ട്ഫോളിയോ റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് RP is equal to ആൽഫ P plus beta P RM bar. ഓക്കെ, അപ്പോൾ അതിൽ ഓരോ ഐറ്റംസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സ്റ്റെപ്പ് വൈസ് ആയിട്ട് നമുക്ക് ചെയ്യാം. ആദ്യം എന്ത് ചെയ്യാം, ബീറ്റ P കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം ആൽഫ P ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ നിങ്ങൾക്കിപ്പോൾ നേരത്തെ സ്റ്റെപ്പ് പറഞ്ഞപ്പോൾ ബീറ്റ P ആണല്ലോ ആദ്യം പറഞ്ഞത്, അതുകൊണ്ടാണ് ബീറ്റ P ചെയ്യുന്നത്. ഓക്കെ, ബീറ്റ P കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, സിഗ്മ WI ബീറ്റ I. ഓക്കെ, വെയിറ്റിനെ കറസ്പോണ്ട് ബീറ്റ വെച്ച് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ദെൻ അതാണ് സ്റ്റെപ്പ് 1 ആയിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സ്റ്റെപ്പ് 1. ഓക്കെ, ബീറ്റ എന്ത് ചെയ്യുക, കറസ്പോണ്ട് ബീറ്റ ഇൻറ്റു വെയിറ്റ്. ഓക്കെ, ഇപ്പോൾ പുതിയൊരു കോളം അവിടെ കാണിക്കുക, WI ബീറ്റ I എന്ന് കാണിക്കുക. ഓക്കെ, ഇപ്പോൾ WI എന്ന് പറയുമ്പോൾ ഇതാ 0.25 ഇൻറ്റു 1.5, ദെൻ 1.1 ഇൻറ്റു 0.3, ദെൻ 1.6 ഇൻറ്റു 0.25,
ദെൻ 1 ഇൻറ്റു 0.20. ഓക്കെ, അതിൻ്റെ ഓരോന്നിൻ്റെ വാല്യൂസ് എഴുതുക. ഓക്കെ, 1.5 ഇൻറ്റു 0.25 എന്ന് പറയുമ്പോൾ 0.375 വരും. 0.375. ഓക്കെ, ദെൻ 1.1 ഇൻറ്റു 0.3 എന്ന് പറയുമ്പോൾ 0.33 വരും. ദെൻ 1.6 ഇൻറ്റു 0.25 എന്ന് പറയുമ്പോൾ 0.4. ഓക്കെ, ദെൻ 1 ഇൻറ്റു 0.20 എന്ന് പറയുമ്പോൾ 0.20. ഓക്കെ, അതിൻ്റെ സം എടുക്കാം. അതിൻ്റെ സം എത്ര വരും നോക്കുക. 0.375 പ്ലസ് 0.33 പ്ലസ് 0.4 പ്ലസ് 0.2 ദാറ്റ് ഈസ് 1.305. ഓക്കെ, ഇവിടെ സിഗ്മ WI എത്ര ബീറ്റ ഐ എത്ര വരും 1.305 വരും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ സെക്കൻഡ് സ്റ്റെപ്പിൽ എന്തായിരുന്നു ബീറ്റ പി ഇൻറ്റു ആർ എം ചെയ്യാം. ഓക്കെ, ബീറ്റ പി ഇൻറ്റു ആർ എം. ഓക്കെ, ബീറ്റ പി എന്ന് പറയുന്നത് 1.305 ആണ്. ഓക്കെ, ആർ എം ബാർ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റ് ഇൻഡെക്സ് റിട്ടേൺ കോസ്റ്റ് തന്നിട്ടുണ്ട്. എത്രയാണ് 30% ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, 30%. അപ്പോൾ എത്ര വരും 1.305 ഇൻറ്റു 30% ഈക്വൽ ടു 39.15 വരും. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം കിട്ടി. നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പിൽ മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യാം. എന്താണ് ആൽഫ പി കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ആൽഫ പി ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് സിഗ്മ WI ആൽഫ ഐ. ഓക്കെ, പുതിയൊരു കോളം കാണിക്കാം. WI ആൽഫ ഐ എന്ന് കാണിക്കാം. ഓക്കെ, വെയ്റ്റിനെ കറസ്പോണ്ടിങ് ആൽഫ വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 2 ഇൻറ്റു 0.25, 1 ഇൻറ്റു 0.30, 0.5 ഇൻറ്റു 0.25, ദെൻ 1.2 ഇൻറ്റു 0.2. ഓക്കെ, ഇതിൻ്റെ ഓരോന്നിൻ്റെ വാല്യൂ എന്ത് ചെയ്യാം എഴുതി വയ്ക്കുക. ഓക്കെ, അതിൻ്റെ വാല്യൂ എത്ര വരും 0.5, ദെൻ 0.3, then 0.125, 1.2 into 0.2, 0.24. ഓക്കെ, 24 ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ WI ആൽഫ ഐ കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് 1.165. ഓക്കെ, ദാറ്റ് ഈസ് 1.165. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ്റെ എല്ലാം കിട്ടി. ഇപ്പോൾ ആർ പി ഈസ് ഈക്വൽ ടു സിഗ്മ പി എന്ന് പറയുമ്പോൾ 1.165 പ്ലസ് ദെൻ ബീറ്റ പി ഇൻറ്റു ആർ എം എത്രയാണ് 39.15. ഓക്കെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ആൻസർ 40.665%. ഓക്കെ, അപ്പോൾ പോർട്ട്ഫോളിയോ റിട്ടേൺ ഈക്വൽ എത്ര വരും 40.665%. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ഇക്വേഷൻ ഇന്ന് എന്ത് ചെയ്താൽ മതി, കാണാതെ പഠിച്ചു വെച്ചാൽ മതി. പോർട്ട്ഫോളിയോ റിട്ടേൺ. ഓക്കെ, സെക്യൂരിറ്റിൻ്റെ റിട്ടേൺ ആകുമ്പോൾ എന്താണ് ഇക്വേഷനിൽ പി എന്നുള്ളതിന് പേര് എന്താവും ഐ എന്നാവുന്നു മാത്രം. ഓക്കെ, ബാക്കിയൊക്കെ സെയിം ആണ്. പിന്നെ പോർട്ട്ഫോളിയോ ആവുന്ന സമയത്ത് എന്ത് വരും വെയിറ്റ് ഒരു പ്രൊപ്പോർഷനോട് ഉൾപ്പെടും. അപ്പോൾ അതുകൂടെ ഉൾപ്പെടുത്തിയിട്ട് വേണം ആൽഫയും ബീറ്റയും കമ്പ്യൂട്ട് ചെയ്യാൻ. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുക. ആ സ്റ്റെപ്പ് നിങ്ങൾ പഠിച്ചു വെക്കുക. 4ാമത്തെ സ്റ്റെപ്പ്. ഓക്കെ ആണല്ലോ. ദെൻ